കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ജനുവരി 30 രക്തസാക്ഷി ദിനം. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 77ാം വാർഷികമാണ് ജനുവരി 30. രാഷ്ട്രഭരണ നേതൃത്വത്തിൽ വരാതെ തന്നെ രാഷ്ട്രപിതാവായി ഇന്ത്യൻ ജനത ഏക മനസ്സോടെ അംഗീകരിച്ച നേതാവായിരുന്നു അദ്ദേഹം. സാധാരണയായി വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനായോഗം വല്ലഭായ് പട്ടേലുമായുള്ള അഭിമുഖ സംഭാഷണത്താൽ അന്ന് വൈകി. 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഊന്നുവടികളെന്ന് അറിയപ്പെട്ടിരുന്ന മനുവും ആഭയും സമയത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത്. ഉടൻ തന്നെ സംഭാഷണം നിർത്തി ഗാന്ധിജി പ്രാർത്ഥനയ്ക്കായി പുറപ്പെട്ടു. പ്രാർത്ഥനയ്ക്കായി അനുയായികൾ കാത്തിരിക്കുന്ന പ്രാർത്ഥനാ മൈതാനത്തിന് നടുവിലൂടെ നടന്ന് വേദിയിലേക്ക് പോകുവാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഈ സമയം ജനങ്ങൾക്കിടയിൽ നിന്നിരുന്ന മതഭ്രാന്തനായ നാഥുറാം വിനായക് ഗോഡ്സെ തൻ്റെ പോക്കറ്റിൽ കരുതിയിരുന്ന ബെററ്റ പിസ്റ്റൾ 2 കൈകൾക്കുള്ളിലാക്കി ഗാന്ധിജിയെ വന്ദിച്ച് പറഞ്ഞു, "നമസ്തേ ഗാന്ധിജി." ഗാന്ധിജിയുടെ പാദം ചുംബിക്കുവാൻ അയാൾ തുടങ്ങുകയാണെന്ന് വിചാരിച്ച് മനു ഗോഡ്സെയെ വിലക്കി. എന്നാൽ ഇടത് കൈകൊണ്ട് മനുവിനെ ശക്തിയായി തള്ളിമാറ്റി വലത് കൈയിലിരുന്ന പിസ്റ്റൾ കൊണ്ട് ഗോഡ്സെ 3 തവണ വെടിയുതിർത്തു. ഗാന്ധിജിയുടെ നെഞ്ചിൽ തന്നെ 3 വെടികളും തുളച്ചു കയറി. "ഹേ റാം" എന്ന് ഉച്ചരിച്ച് കൈ കൂപ്പിക്കൊണ്ട് അദ്ദേഹം നിലത്തു വീണു. ജനുവരി 31 ഗാന്ധിയുടെ ഭൗതിക ശരീരം രാജ്ഘട്ടിൽ സംസ്കരിച്ചു. രാജ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിച്ചു. ഷിംലയിലെ പഞ്ചാബ് ഹൈക്കോടതിയിലാണ് ഗാന്ധി ഘാതകരുടെ വിചാരണ നടന്നത്. 1949 നവംബർ 8-ാം തീയതി ഗോഡ്സെയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഗാന്ധിജിയുടെ പുത്രന്മാരായ രാംദാസ് ഗാന്ധിയും മണിലാൽ ഗാന്ധിയും ഗോഡ്സെയുടെ വധശിക്ഷ ഇളവു ചെയ്യണമെന്ന് കാണിച്ച് കോടതിയെ സമീപിച്ചു. ഗാന്ധിജി അഹിംസാവാദി ആയിരുന്നു എന്നതായിരുന്നു വധശിക്ഷ ഇളവു ചെയ്യാൻ പറയാൻ അവരെ പ്രേരിപ്പിച്ചത്. 1949 നവംബർ 15 അംബാല ജയിലിൽ നാഥുറാം ഗോഡ്സെയെയും നാരായൺ ആപ്തെയെയും ഒരുമിച്ച് തൂക്കിക്കൊന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയരായത് മഹാത്മാഗാന്ധി വധക്കേസിലെ പ്രതികളായ നാഥുറാം ഗോഡ്സെയും നാരായൺ ആപ്തെയുമാണ്. രാജ്ഘട്ടിലെ ലളിതമായ കറുത്ത കരിങ്കൽ പീഠം ആകാശത്തെ സാക്ഷിയായി മഹാത്മാഗാന്ധിയുടെ ഓർമ്മയ്ക്കായി നിലകൊള്ളുന്നു. ഒരറ്റത്ത് ഒരു കെടാവിളക്ക് ഉണ്ട്. വിദേശ രാജ്യ പ്രതിനിധികൾ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ രാജ്ഘട്ടിലെത്തി പുഷ്പാഞ്ജലി നടത്താറുണ്ട്. ഇത് ഒരു ചടങ്ങിനേക്കാൾ കടമയായാണ് പലരും കരുതുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ വർഷങ്ങളോളം കൊടിയ അടിമത്തം നേരിട്ട ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറക് നൽകാൻ ജീവിതം സമർപ്പിച്ച ധീരനാണ് ഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യനായ ധീരനേതാവും മാർഗദർശിയും. അഹിംസയിലൂടെ സത്യമെന്ന ലക്ഷ്യത്തിലേക്ക് എന്ന ജീവിത ദർശനം മുന്നോട്ട് വെച്ച സൈദ്ധാന്തികൻ. സ്മരിക്കാം ആ മഹാത്മാവിനെ. നന്ദി.